ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യാത്ര പോയി. എവിടുക്കാന്നൊന്നും ഇല്ലാതെ പോവുകയാണ്. മൂപ്പര് പ്രഖ്യാപിച്ചു, ഞാൻ പോവുകയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല, ഉറക്കം വരുന്നില്ല. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകരുത് പറഞ്ഞു, നിങ്ങൾ പോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, എല്ലാവരും അല്ല ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ്. നാട് വിട്ടു പോണ ആളെ യാത്ര അയക്കൽ അപൂർവേ ഉണ്ടാവുള്ളൂ. ഒരാൾ നാട് വിട്ടു പോകുകയാണെങ്കിൽ യാത്ര അയക്കുക എന്നുള്ളത് അപൂർവമാണ്. അതുണ്ടായി ബിലാൽ റളിയല്ലാഹു അൻഹു. മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോൾ മൂപ്പര് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുതിരനെ തിരിച്ചു വിട്ടാണ് നടന്നു. എവിടുക്കാതൊന്നുമില്ല, അങ്ങനെ നടന്ന് പോയി കൂഫയിലെത്തി. അവിടെ നിന്ന് പെണ്ണെട്ടി പാർത്തു. എന്താ പെണ്ണെട്ടി പാർക്കാരണം? ഇനി മടക്കമേ ഇല്ല. കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു. കൂഫക്കാര് സ്വാഭാവികമായും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കി. സഹാബിയാണല്ലോ, സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ബിലാൽ ഒരാ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളൂ റളിയല്ലാഹു അൻഹു. സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നില്ല. മഹാനവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല. ചരിത്രം പറയുന്നത് ആകെ 2 തവണ വന്നുപോയി. ഒരു പ്രാവശ്യം ഒന്ന് വന്നുപോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. കേട്ടില്ല, സ്വീകരിച്ചതേയില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊരു ബാങ്ക് കൊടുക്കുകയായിരുന്നു. അപ്പൊ നബി തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങന്മാർ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് ബാങ്ക് കൊടുത്തത്. പക്ഷെ ആ ബാങ്ക് മുഴുവനാക്കാൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു. മടങ്ങി കൂഫയിലേക്ക്. മഹാനവറുകൾക്ക് രോഗം പിടിപെട്ടു. മഹാനവറുകൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ചിരിച്ചു. എല്ലാവരും നിലവിളിച്ചപ്പോൾ മൂപ്പര് ചിരിച്ചു. ഭാര്യ കരഞ്ഞു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹധർമ്മിണി, ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിലാണോ വിഷമിച്ചിരുന്നത്, ആ വിഷമം ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഇജ്ജ് കരഞ്ഞോ? ഞാൻ ചിരിക്കുകയാണ് പറഞ്ഞാണ്ട് മൂപ്പര് ചിരിച്ചു വഫാത്തായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇഷ്കിൻ്റെ അത്ര മധുരമുള്ള വേറെ ഒരു സാധനവുമില്ല. അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന്, താബികളിൽ നിന്ന്, തബഉത്താബികളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ അതിൻ്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത്. താബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പെണ്ണ് ഒരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ആകെ ഒരു മോൾ തന്നെ ഉള്ളൂ, അവൾ മരിച്ചു, എനിക്ക് ഓളൊന്ന് ഉറക്കത്ത് കാണണം, അതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ മോളെ ഉറക്കത്ത് കാണാനുള്ള എന്തോ ഒന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. ചില പാട്ടാണ് പാടിയ സെനത് മുത്തസിലാവും. അങ്ങനെയുള്ള ഇനി എവിടെ അത് പറഞ്ഞു എന്ന് ചോദിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെയുണ്ട്, ചില പാട്ട് പാടി അങ്ങനെ ഉണ്ടാവും. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. മുപ്പത്തിയേര് പോയി അത് ചെയ്തു. ഉറക്കത്തിൽ മോളെ കണ്ടു നോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. കയ്യും കാലൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് അതാബിലാണ്. കാണേണ്ടിയിരുന്നില്ലാന്നായി. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു, കാണേണ്ടിയിരുന്നില്ലാന്നായി, എൻ്റെ കുട്ടി വല്ല അതാബിലാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും സങ്കടമായി. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു. ഈ മകള് മരിച്ചു എന്ന് ആ മകളെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. വലിയൊരു കിരീടൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം? അയിലാ പെണ്ണ് പറഞ്ഞു, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി,
ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി അതിൽ പെട്ടി ഞാനും വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ബറിന്റെ അടുത്ത് കൂടെ ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സ്വലാത്തി അല്ലേതാണ്. എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ എൻ്റെ എല്ലാ അദാബുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരു മനസ്സറിഞ്ഞ ഒറ്റ സ്വലാത്ത് മതി രക്ഷപ്പെടാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാം രക്ഷപ്പെടും. നബിതങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് രക്ഷപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെട്ടത്. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാകും ഹബീബുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തൊട്ടിട്ട് മോത്തിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വാസനിച്ചു നോക്കിയാലേ റോസാപ്പൂവിന്റെ സുഗന്ധമുണ്ടായിരുന്നു എന്നാണ് പുണ്യനബി ഉമ്മ വെച്ചതായിരുന്നു കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരു മുടി നരച്ചിട്ടുണ്ടായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചതായിരുന്നു കാരണം. മുഹമ്മദിയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിജയം. അത് നമുക്ക് സഹാബത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ആൾക്കാരും അതുകൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. താബികളെ നോക്കിയാലും തബഉ താബികളെ നോക്കിയാലും പിൽക്കാലക്കാരെ നോക്കിയാലും ആരെ നോക്കിയാലും ഒരു സുഫ്രയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാള് മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ടായാൽ ആ സുഫ്രയിലിരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു പേരിന്റെ ഗുണമാണ്. ആർക്കെങ്കിലും 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരാൾക്കും എൻ്റെ പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച് അവൻ എന്നെ കാണാൻ ശ്രമിക്കരുതേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പേരിന്റെ മാത്രം പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് തന്നെ ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നാണ്. സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് നബി തങ്ങളെ ചീത്ത പറയണമെങ്കിൽ എടാ സ്തുതിക്കപ്പെട്ടവനെ എന്ന് വിളിച്ചിട്ടേ ചീത്ത അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ പേരിന്റെ പ്രത്യേകത. എടാ ബഹുമാനമുള്ളവനെ അനക്കാൻ കാണിച്ചു തരാന്നേ പറയാൻ കഴിയുള്ളൂ. എടാ സ്തുതിക്കപ്പെട്ടവനെ അനക്കാൻ കാണിച്ചു തരാന്നേ പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ പേരിന്റെ പ്രത്യേകത. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം ഇതുപോലെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇത് സഹാബത്തിന് മനസ്സിലായി, താബികൾക്ക് മനസ്സിലായി. തബഉ താബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തത്. ഒരിക്കലൊരു സഹാബിയത്തെ, ഒരു വനിത, ഒരു സഹാബിയായ സ്ത്രീ വന്നിട്ട് ആയിഷ ബീവിനോട് ചോദിച്ചു, പൊന്നാർ നബിന്റെ ഖബറൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാന്ന് പറഞ്ഞു. ആയിഷ ബീവി കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള അങ്ങോട്ട് കാണേണ്ട താമസം ആ സ്ത്രീ ബോധരഹിതയായി വീഴുകയും ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. ഞമ്മക്ക് അറ്റാക്ക് ഉണ്ടാകുക പൈസ പോയാലാണ്. ഞമ്മക്ക് അറ്റാക്ക് ഉണ്ടായാൽ പൈസ പോയാലാണ്. സഹാബികളും സഹാബിയാത്തുകളും വഫാത്താകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ അതാണ് ഇഷ്ടം. അവർക്കതുണ്ടായിരുന്നു, അവരതുകൊണ്ട് വിജയിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കും വിജയിക്കാൻ കഴിയുള്ളൂ. അത് വാക്കുകൾക്കപ്പുറമാണ്. അതിന് ഇന്ന അമലാണെന്നില്ല, ഇഷ്കിന് ഇന്നത് ചെയ്യാന്നില്ല, എന്തും ചെയ്യും. ഇഷ്ക് ഉള്ള ആളാവുക, ആശിഖാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാറ്റിനേക്കാളും അപ്പുറത്തായിരിക്കണം. നമ്മളിങ്ങനെ പെരപ്പണിയൊക്കെ കഴിഞ്ഞു, ടൈൽസൊക്കെ ഇട്ട് കറണ്ടൊക്കെ എടുത്ത് ഫാനും ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് AC ഒക്കെ വെച്ച് നാളെ കുടിയിരിക്കലാണ്. എല്ലാവരോടും കുടിയിരിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത ചങ്ങായിമാരൊക്കെ വന്നിട്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കി അഭിപ്രായം പറഞ്ഞു. കോയിനൊക്കെ വെട്ടിയിട്ടുണ്ട്, രാവിലെയൊക്കെ കഫ്സി ബിരിയാണി മന്തിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു എന്ന് സങ്കല്പിക്കാം. വന്നുകാണ്ട് നേരം വെളുക്കാൻ കാലത്തിന് വന്നുകാണ്ട് ആ ചാവിന് കാട്ടിക്കാം, എനിക്ക് ഈ പേര ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുവോ കൊടുക്കൂലേ എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കും എന്ന് മറുപടി പറയാനാണ് ഞാനിത് ചോദിക്കുന്നത്. ഞാൻ സ്ഥാനത്ത് ഭാര്യനെയും മക്കളെയും ഉമ്മാനെയും വാപ്പാനെയും സങ്കല്പിക്കാൻ കഴിയോ? സമ്പൂർണ്ണ മുഅ്മിനാണ്. പേരെ നമുക്ക് വേഗം സങ്കല്പിക്കാൻ കഴിഞ്ഞേക്കാം. ആ സ്ഥാനത്ത് എൻ്റെ ഉമ്മാനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ? ബാപ്പാനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ? എൻ്റെ കുട്ടിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുവോ? നമ്മുടെ ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, എല്ലാറ്റിനേക്കാളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നാണോ സ്നേഹം തോന്നുന്നത്, അന്നാണ്
ഈമാനിൻ്റെ ബാലപാഠം നമ്മളിൽ ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് സ്വഹാബത്തിനുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു.